മന്ദാകിനി, പൊതുവെ ഈ ഹോസ്റ്റലിനെ പറ്റി ഒരു പേരുദോഷമുണ്ട്. അതോടൊപ്പം മന്ദാകിനിയും കൂടി ഇങ്ങനെ തലയും വാലും ഇല്ലാതെ സംസാരിക്കാൻ തുടങ്ങിയ ഇതെവിടെ ചെന്ന് നിൽക്കും? മന്ദാകിനി വന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഞാനും കൺഫ്യൂഷനിലായി. മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കുന്ന ഈ സംസാരം ശരിയല്ല മന്ദാകിനി. മാഡം, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ ശരിക്കും പേടിച്ചുപോയി. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇതിപ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നോണ്ടാ മാഡം അവിടെ വെച്ച് പേടിക്കാണ്ടിരുന്നത്. മന്ദാകിനിക്ക് മന്ദാകിനിയെ പോലും വിശ്വാസമില്ല. അതുകൊണ്ടാ പേടിച്ചത്. ആദ്യം നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ചുറ്റുപാടുകളെ വിശ്വാസത്തിലെടുക്കണം. അപ്പോ ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. എന്ത് ചെയ്യാനാ മാഡം, എന്റെ മനസ്സിന് മാഡത്തിന്റെ പോലെ അത്ര കട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് പലതും സംശയിച്ചു പോയി. സംശയിച്ചത് മതി. മന്ദാകിനി പോയി മന്ദാകിനിയുടെ പണി നോക്ക്. മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. എന്നാലും മാഡം, ഒരു സംശയം ബാക്കിയുണ്ടല്ലോ. നമ്മൾ ആ പിള്ളേരെ അങ്ങനെ കണ്ടത് നാടകങ്ങളി ആയിക്കോട്ടെ, പക്ഷേ ഞാൻ കണ്ട അഞ്ചാമത്തെ ആൾ അതാരാന്നറിയണ്ടേ? മന്ദാകിനിയുടെ ആ സംശയം ഞാൻ ഇപ്പൊ തന്നെ തീർത്ത് തന്നേക്കാം. നാളെ തന്നെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് കണ്ണിന് യോജിച്ച ഒരു കണ്ണട വാങ്ങി വെക്ക്. അതോടെ മന്ദാകിനിയുടെ ആ സംശയവും മാറും. ഇപ്പൊ മന്ദാകിനി പൊയ്ക്കോ. ചെല്ല് മന്ദാകിനി. ഈ മന്ദാകിനിയുടെ കാര്യം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഇവിടെ ആർക്കും ഒരു വിശ്വാസവും ഇല്ല. 4 പേരെ 5 കണ്ടതുപോലെ തോന്നിയത് എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ? എന്തായാലും ഇവിടെ ഓരോ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാ. ഇനി ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുമ്പോ ഇവിടെ എന്ത് സംഭവിക്കോ? ഡ്യൂപ്ലിക്കേറ്റ് സിം ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, വൃന്ദയുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ. ആ 5 പിള്ളേരെ ഫോൺ നമ്പരും ആ ഹോസ്റ്റലിലെ മാഡത്തിന്റെ ഫോൺ നമ്പരും എന്റെ കയ്യിലുണ്ട് സാർ. എന്നാ താൻ വൃന്ദയെന്ന് വിളിക്ക്. സാറേ, രാത്രി ഞാൻ പെൺകുട്ടിയെ വിളിക്കുന്ന മോശമല്ലേ? ആ പെൺകുട്ടിയുടെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കാനല്ല തന്നോട് വിളിക്കാൻ പറഞ്ഞത്. താൻ ആ കുട്ടിയോട് സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. താൻ വിളിച്ചിട്ടേ ആ ഫോണിങ് തന്നാ മതി. ഓ, അങ്ങനെയാണ് സാർ ഉദ്ദേശിച്ചത്? അയ്യോ, പിന്നെ എങ്ങനെയാണാവോ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ കരുതിയത്. താൻ കൂടുതലൊന്നും കരുതണ്ട, വൃന്ദയെ വിളിക്കണോ? വിളിക്കാം സാർ. നീ കിടന്നോ? ഗുഡ് നൈറ്റ്. അവിടെ നീ കിടക്കും. വൃന്ദനെ ആരോ വിളിക്കുന്നല്ലോ. അതവളുടെ മുത്തശ്ശനായിരിക്കും. മുത്തശ്ശന് പുതിയ നിമിത്തം വല്ലതും തോന്നി കാണൂ. നീ ഫോണിങ് എടുത്തേ, ആരാ നോക്കട്ടെ. പോയി എടുക്കാം. കിടക്കാനും സമ്മതിക്കത്തില്ല. മുത്തശ്ശനൊന്നുമല്ല, ഇതൊരു പുതിയ നമ്പരാ. നമ്പറോ? ഹലോ. അതെ, വൃന്ദയാണ്. ഞാൻ SI ഇന്ദ്രപാല. ACP സാറിനെ വൃന്ദയോട് എന്താ സംസാരിക്കാനുണ്ട്, ഞാൻ കൊടുക്കാം. ACP എന്തിനാ രാത്രി നിന്നെ വിളിക്കുന്നേ? എനിക്കറിയില്ല. നീ സ്പീക്കറിലിട്, എന്നിട്ട് കാര്യം എന്താ ചോദിക്ക. ഹലോ സർ. എന്റെ ഫോണ് കത്തിപ്പോയി, അതുകൊണ്ടാ SIയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നേ. ഇപ്പോ വിളിച്ചത് വൃന്ദയ്ക്ക് ബുദ്ധിമുട്ടായോ? ഞാൻ ഉറങ്ങാൻ തുടങ്ങായിരുന്നു സർ. എന്നും ഈ സമയത്താണോ ഉറങ്ങാറുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഏത് സമയത്തും ഉറക്കം വന്നാ ഉറങ്ങും. അയ്യോ, അങ്ങനെ ഉറങ്ങരുത്.
നമ്മുടെ മെറ്റബോളിസം തകരാറിലോ. അതായത് മെറ്റബോളിസം എന്ന് പറഞ്ഞ അല്ല സാർ എന്തിനാ വിളിച്ചേ? മെറ്റബോളിസത്തിനെ കുറിച്ച് പറയാനാണോ? അല്ല, ഞാൻ വിളിച്ച കാര്യം പറയാം. വൃന്ദയുടെ മുത്തശ്ശന്റെ നമ്പർ എൻ്റെ മിസ്സായി. അത് കത്തിപ്പോയ ഫോണിലായിരുന്നു. അന്ന് നമ്പർ വാങ്ങിച്ചിട്ട് സാർ ഇതുവരെ മുത്തശ്ശനെ വിളിച്ചില്ലേ? ഞാൻ തിരക്കിനിടയിൽ വിളിക്കാൻ മറന്നുപോയി. മുത്തശ്ശനെ വിളിക്കുന്ന കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തു.